എക്സൈസിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം തള്ളി സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം തള്ളിയത്. 244 പുതിയ തസ്തികകൾ അനുവദിക്കാൻ കഴിയുന്ന സാമ്പത്തികാവസ്ഥയിലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ഉത്തരവിൻ്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. സംസ്ഥാനത്തെ അപ്രഖ്യാപിത നിയമന നിരോധനം കൂടിയാണ് ഇതിലൂടെ തെളിയുന്നത്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. രാജീവ്, സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും ഒരു ഭാഗത്ത് ലോക കേരള സഭയ്ക്കടക്കം കോടികളാണ് ചെലവാക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ്? ഋഷിരാജ് സിംഗ് എക്സൈസ് കമ്മീഷണറായിരിക്കുന്ന കാലയളവിലാണ് ഇത്തരമൊരു ശുപാർശ സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. നിലവിൽ എക്സൈസിൽ മിനിസ്റ്റീരിയൽ വിഭാഗത്തിന്റെ ജോലി കൂടി നോക്കുന്നത് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥരാണ്. അതായത് ക്ലറിക്കൽ തസ്തികയിൽ യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥരാണ് നിലവിൽ എക്സൈസിൽ കാര്യങ്ങൾ നോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം പ്രധാനമായും എക്സൈസ് കമ്മീഷണർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ എക്സൈസ് കമ്മീഷണറെ ആവശ്യം ആദ്യഘട്ടത്തിൽ സർക്കാർ പരിശോധിച്ചിരുന്നില്ല. എന്നാൽ ഇതിനുശേഷമാണ് ഇത്തരമൊരു നടപടിയിലേക്ക്, അതായത് മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണോ എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത്. ഇതിന്റെ ഭാഗമായി നിലവിലിപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് എക്സൈസിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ അനുവദിക്കാൻ കഴിയില്ല എന്നാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തികാവസ്ഥ കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. 244 ജീവനക്കാരെയാണ് പ്രധാനമായും ഈ തസ്തികയിലേക്ക് നിയമിക്കണമെന്ന് സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടികൾ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ നിലവിൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ തസ്തികകളിലേക്ക് ജീവനക്കാരെ നിയമിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാനത്തെ സാമ്പത്തികാവസ്ഥ വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആ തസ്തികകളിലേക്ക് ജീവനക്കാരെ നിയമിക്കാൻ കഴിയുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ തന്നെ 2013 ധനകാര്യ പരിശോധനാ വിഭാഗവും അതിനുശേഷം സംസ്ഥാനത്തെ ഭരണപരിഷ്കാര വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയും ആ പഠനങ്ങളിൽ സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിയത്. ഇതിനുശേഷമാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ പഠനം നടത്തുകയും ആ റിപ്പോർട്ട് ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് തുടർന്നും ഈ ഒരു തീരുമാനം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് എക്സൈസിലെ ഒരു ഭാഗം ജീവനക്കാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. രാജീവ്, സാമ്പത്തിക ബാധ്യതയുണ്ടാവുമെന്ന് പറയുന്നു. ഇപ്പോൾ എക്സൈസ് മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ അഭാവമുണ്ട്. അത് എക്സൈസ് വകുപ്പിൻ്റെ പ്രവർത്തനത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 244 പുതിയ തസ്തികകൾ അനിവാര്യമായിരിക്കുകയാണ് ഈ വകുപ്പിന്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഇത്രയും പേരെ നിയമിക്കാനാവില്ല എന്ന് പറയുന്നു. പക്ഷേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജീവ് തന്നെ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ലോക കേരള സഭയ്ക്ക് അടക്കം കോടികളാണ് ചെലവഴിക്കുന്നത്. മാത്രമല്ല, ഒരു ഭാഗത്ത് നമുക്കറിയാം പോലീസ് വകുപ്പിൻ്റെ പ്രവർത്തനം, ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം, പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം അടിക്കാനുള്ള പണം ഇല്ല. പല നിയന്ത്രണങ്ങളും അവിടെ വകുപ്പിൽ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സർക്കാരിന് എന്തെങ്കിലും പ്രത്യേക അജണ്ട വെച്ചിട്ടാണോ ഇത്തരത്തിൽ 240 മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കാനാവില്ല എന്ന് പറയുന്നത്? ഇത് സതുദ്ദേശപരമായിട്ടാണോ, സാമ്പത്തിക പ്രതിസന്ധിയാണോ ഇതിന് കാരണം എന്ന് എടുത്തു ചോദിക്കുന്നത് അതുകൊണ്ടാണ്. മറ്റെന്തെങ്കിലും അജണ്ട ഇതിന് പിറകിലുണ്ടോ? സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ സർക്കാർ തന്നെ മുണ്ടുമുറുക്കി ഉടുക്കേണ്ട ആ സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഒരു ഭാഗത്ത് ധൂർത്ത് തുടരുന്നുണ്ട്, മറുഭാഗത്ത് അനിവാര്യമായ ഇത്തരം നിയമനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തന്നെയാണ് ഇത്തരം തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നത്. ഒരു അപ്രഖ്യാപിത നിയമന നിരോധനത്തിലേക്ക് സംസ്ഥാനം കടന്നിട്ട് കഴിഞ്ഞ കുറേ നാളുകളാകുന്നു. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റും ഉദ്യോഗാർത്ഥികൾ വളരെ നാളുകളായി സമരങ്ങൾ തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ചും നിയമനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം തൊട്ടിങ്ങോട്ട് PSC വഴിയുള്ള നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓരോ വർഷവും കടമെടുത്ത സംസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് എക്സൈസിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരുണ്ട്. മാത്രമല്ല, ഈ ധനകാര്യ പരിശോധനാ വിഭാഗവും അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പും നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരെ എക്സൈസിൽ നിയമിക്കുന്നത് നല്ലതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട പരാതികളും ക്രമക്കേടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായ അന്വേഷണം നടത്താൻ കഴിയും. അതേസമയം തന്നെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട മിനിസ്റ്റീരിയൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ക്രമക്കേടുകൾ ഉണ്ടാകാനുള്ള
വരാനുള്ള സാധ്യതയുണ്ട് എന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കൊണ്ടാണ്, അതായത് ഈ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് 2013-ലെയും 2018-ലെയും റിപ്പോർട്ടുകൾ, അതായത് സർക്കാർ തന്നെ നിയോഗിച്ച സമിതികൾ നടത്തിയ റിപ്പോർട്ടുകൾ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരെ നിയമിക്കണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ ഉത്തരവിലുള്ള മറ്റൊരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ കണ്ടെത്താൻ പോകേണ്ട എക്സൈസ് ഉദ്യോഗസ്ഥർ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരായി പ്രവർത്തിക്കുന്നത് ശരിയല്ല, അവർ ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഈ ഉത്തരവിൽ സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നാൽ കൂടുതൽ തസ്തികകൾ അനുവദിക്കാൻ കഴിയില്ല, 244 തസ്തികകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരെ നിയമിക്കാൻ കഴിയൂ. അത്തരം തസ്തികകൾ സൃഷ്ടിക്കാൻ നിലവിലെ സാമ്പത്തിക അവസ്ഥ വെച്ച് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു. ഇതിന് കാരണമായി പറയുന്നതും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. നേരത്തെ അല്ലംബിയർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സമയം തന്നെയാണ് ലോക കേരള സഭ ഉൾപ്പെടെയുള്ള ചെലവുകൾക്കായി കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ അവശ്യ തസ്തികകൾ പോലും വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ചേരുന്നു. മാഡം, എക്സൈസിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ നിരാകരിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം തള്ളിയത്. 244 പുതിയ തസ്തികകൾ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സതുദ്ദേശപരമാണോ അതോ ഇതൊരു അപ്രഖ്യാപിത നിയമന നിരോധനമായിട്ടാണോ കാണേണ്ടത്? നിയമന നിരോധനമായിട്ട് നമ്മൾ കാണണ്ട. ഈ അടുത്ത ദിവസം പുറത്തു വന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നല്ലോ. സെക്രട്ടേറിയറ്റിലെ പല വകുപ്പുകളിലും ആവശ്യത്തിലധികം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എക്സസ് ആയിട്ടുള്ള സ്റ്റാഫിനെ അതേ സമയത്ത് ഇപ്പൊ എക്സൈസ് പോലെ പല വകുപ്പുകളിലും ഒരുപാട് പേരുടെ കുറവുമുണ്ട്. അപ്പൊ എന്താണ് മാന്യമായ രീതിയിൽ ശരിയായ യുക്തിസഹമായിട്ട് അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്? എക്സസ് സ്റ്റാഫ് ഉള്ളിടത്ത് നിന്ന് അവരെ ഈ സ്റ്റാഫ് കുറവുള്ളിടത്തേക്ക് മാറ്റണം. അത് ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളൊക്കെ അത് ഹൈലൈറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് എക്സൈസ് നമുക്കറിയാം, എക്സൈസിലെ പിന്നെ ആൾക്കാരെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്കറിയാം. ഇപ്പൊ വലിയ തോതിൽ ഗുണ്ടാ വിളയാട്ടം ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നിയമവിരുദ്ധമായിട്ടുള്ള മദ്യം ഇവിടെ വരുന്നു, വിൽക്കപ്പെടുന്നു. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മറ്റേതൊരു വകുപ്പിനേക്കാളും അത്യാവശ്യമായിട്ടും സ്റ്റാഫിനെ നിയമിക്കേണ്ടത് എക്സൈസിൽ തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതിന് ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞതുപോലെ എക്സസ് സ്റ്റാഫ് ഉള്ള വകുപ്പുകളിൽ നിന്ന് ഒക്കെ ജനങ്ങളുടെ നികുതി പണമാണ് ശമ്പളമായിട്ട് പോകുന്നത്. ഈ എക്സസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് അവര് കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല, എന്നിട്ടും ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങളും റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷനും ഒക്കെ മേടിക്കണം. അപ്പം ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എവിടെയൊക്കെ എക്സസ് സ്റ്റാഫ് ഉണ്ട് എന്ന് കണ്ടെത്തിയോ അവിടെ നിന്ന് ഈ 244 പേരെ എക്സൈസിലേക്ക് കൊണ്ടുപോയി എക്സൈസിൽ അത്യാവശ്യമായിട്ട് പിന്നെ തസ്തികകൾ, ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികകൾ ഫില്ല് ചെയ്യണമെന്ന് മാധ്യമങ്ങളൊക്കെ ശക്തമായിട്ട് വാദിക്കണം. മാഡം, PSC പരീക്ഷ എഴുതി അഡ്വൈസ് മെമ്മോ ലഭിച്ച് നിയമനം കാത്തിരിക്കുന്നവരുണ്ട്, അവരെന്ത് ചെയ്യും? അവർക്ക് കൊടുക്കുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. പക്ഷേ ഇത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, സർക്കാർ ഇങ്ങനെ ഈ ധനപ്രതിസന്ധിയുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ശമ്പളം കൊടുത്ത് ജോലി ചെയ്യാതിരിക്കുന്നവരെ അങ്ങോട്ട് കൊണ്ടേ ആക്കുന്നതല്ലേ പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യുന്നതിനേക്കാളും സംസ്ഥാനത്തിന് നല്ലത്? നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണമാണ് ഈ ശമ്പളമായിട്ടും. മാഡം പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധി പറയുന്നു, മറുഭാഗത്ത് ലോക കേരള സഭ പോലെ ഉള്ള പരിപാടികൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട്, ധൂർത്തൊരു ഭാഗത്ത് തുടരുന്നുണ്ട്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അടിസ്ഥാന കാരണമെങ്കിൽ സർക്കാർ നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. പക്ഷേ സർക്കാർ കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ഉണ്ട്, ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളീയം പോലെയുള്ള മാമാങ്കങ്ങൾ, നവകേരള സദസ്സ്, ഇതൊക്കെ നമ്മുടെ ഖജനാവിനെ കട്ടുമുടിക്കുന്നതായിരുന്നു. ഖജനാവിലേക്ക് വരേണ്ട പണം മറ്റ് പല തരത്തിലുമായി സ്പോൺസർഷിപ്പായും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ നഷ്ടപ്പെട്ടു. അതിനൊക്കെ വളം വെച്ചത് ഗവൺമെന്റിന്റെ ഇത്തരം മാമാങ്കങ്ങളാണ്. അപ്പൊ അതൊരു കാരണവശാലും, അതുപോലെ ഇപ്പൊ ഈ ലോക കേരള സഭ
എന്ന് പറയുന്നത് തന്നെ തീർത്തും അനാവശ്യമാണ്. കാരണം ഈ പ്രവാസികളായിട്ടുള്ള സാധാരണക്കാരുടെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒന്നും ചെയ്യാത്ത, ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ഒന്നാണ് ലോക കേരള സഭ. നമ്മൾ പറയുമല്ലോ, വലിയ തമ്പ്രാന്മാരൊക്കെയും കൂടി വട്ടം കൂടി ഇരുന്ന് അവരുടെ സൽക്കാരവും അങ്ങനെ ഇങ്ങനെ അവരുടെ എന്താ പറയുക ഹാസ്യ സൃഷ്ടി പോലെ അവരുടെ ഡിസ്കഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ വന്നു പോകുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു പ്രയോജനവും ഇതുവരെ പ്രവാസികൾക്കാകട്ടെ ആർക്കും ചെയ്യാത്ത ഒന്നാണ് ലോക കേരള സഭ. അപ്പൊ ഇപ്പൊ മൂന്നാമത് 3 കോടി, 4ാമത്തെ സഭയ്ക്കായി 3 കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ പൂർണ്ണമായിട്ടും തള്ളി പറയുകയാണ് ലോക കേരള സഭയെ. ആ പണം ഉപയോഗിച്ച്, അതായത് അങ്ങനെ ഗവൺമെന്റ് ശ്രമിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ തൊഴിലന്വേഷകരായിട്ട് PSC ഊഴം കാത്തു നിൽക്കുന്നവർക്ക് കൊടുക്കാൻ എന്തുമാത്രം തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേനെ. ക്രിയേറ്റീവായിട്ട് ഗവൺമെന്റ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് പകരമല്ലേ ഇങ്ങനെ ദേശാടന പക്ഷിയെ പോലെ മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിന് പോകുന്നു, കേരളീയം നടത്തുന്നു, ഇങ്ങനെ ഓരോന്നും നടത്തി സെക്രട്ടേറിയറ്റിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാൻ സമയമില്ലാതെ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോ ധനപ്രതിസന്ധി ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇത്ര രൂക്ഷമായിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പറയുന്നത് വാസ്തവമാണ്. എക്സൈസിലെ തസ്തികകൾ ഫിൽ ചെയ്യണം. കാരണം അവിടെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് വലിയ അപകടമുണ്ടാക്കും. അതുകൊണ്ട് അവിടെ ഫില്ല് ചെയ്യണം. അതേ സമയത്ത് ഞാൻ പറഞ്ഞത്, ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞതുപോലെ എക്സോ സ്റ്റാഫിനെ അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്ത തൽക്കാലം സംസ്ഥാനം അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് പുതിയ PSCക്കാരെ വെക്കാൻ പറഞ്ഞാൽ ഗവൺമെന്റ് അതും ചെയ്യില്ല. മറിച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞ ഈ ഒരു എന്താ പറയുക ഒരു റീഫോം, അതായത് എക്സസ് ഉള്ളിടത്ത് നിന്ന് കൊണ്ടുപോയി ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സർക്കാരിന്റെ കണ്ണ് തുറന്നേക്കും. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ മേരി ജോർജ് പ്രതികരിച്ചത്. ഞാൻ വീണ്ടും രാജീവിലേക്ക് പോവുകയാണ്. രാജീവ്, നമുക്കറിയാം ഏതാണ്ട് 1 മാസം മുമ്പാണ് CPO റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് വാരി തിന്നും അതുപോലെ ശയനപ്രദർശനം നടത്തിയും സമരം ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട്. നോക്കൂ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ PSC അഡ്വൈസ് മെമ്മോ ലഭിച്ച് നിയമനത്തിനായി കാത്തു നിൽക്കുന്നവർ ഈ 240 പേർ അവരായിരിക്കും ഒരുപക്ഷെ. അപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റ് അങ്ങനെ മറ്റൊരു സമരത്തിന് സാക്ഷ്യം വഹിക്കില്ലേ? മാത്രമല്ല മറ്റൊരു കാര്യം കൂടി, നേരത്തെ ഡോക്ടർ മേരി ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ഒരു ശുപാർശയുണ്ട്, നിർദ്ദേശം ഉണ്ട്. പല വകുപ്പുകളിലും അധികം ആളുകളുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഇതുപോലുള്ള വകുപ്പുകളിലേക്ക് മാറ്റുക എന്നൊരു ശുപാർശ, അതും സർക്കാർ പരിഗണിക്കേണ്ടതല്ലേ? എല്ലാം പേർ തീർച്ചയായും വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കരാർ നിയമനങ്ങളുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുന്നു. ഈ PSC പരീക്ഷയൊക്കെ എഴുതി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുമ്പോഴാണ് കരാർ നിയമനങ്ങൾ ഇങ്ങനെ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം പല തസ്തികകളിലും കരാർ നിയമനങ്ങൾ തുടരുകയാണ്. അപ്പോൾ പിന്നെ ഈ രീതിയിൽ തസ്തികകൾ ഉണ്ടാക്കുമ്പോൾ ഈ അധിക ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് അധിക ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എന്തുകൊണ്ട് ഈ തസ്തികകളിലേക്ക് നിയമിക്കുന്നില്ല എന്ന പ്രസക്തമായൊരു ചോദ്യം സർക്കാരിന് മുന്നിലുണ്ട്. സർക്കാരിന് വേണ്ടി ഭരണപരിഷ്കാര കമ്മീഷൻ തയ്യാറാക്കിയ ഒരു നിർദ്ദേശം എന്നതിനപ്പുറം ഇതിനെ കാണാൻ കഴിയില്ല. മാത്രമല്ല പല വകുപ്പുകളിലും അധിക ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ അവരെ എന്തുകൊണ്ട് ഈ പറയുന്ന കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ മാറ്റിയിട്ട് അവരെ നിയമിക്കുന്നില്ല എന്ന ചോദ്യം നേരത്തെ തന്നെ വളരെ പ്രസക്തമായി ഉയർന്നിരുന്നു. അതിനൊന്നും സർക്കാരിന് യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകാനില്ല. മാത്രമല്ല നമ്മൾ തന്നെ നേരത്തെ ചർച്ച ചെയ്ത വിരമിച്ച IAS IPS ഉദ്യോഗസ്ഥർക്ക് കൂട്ടത്തോടെ കേരളത്തിൽ വീണ്ടും നിയമനം നൽകുന്നു. ഈ തസ്തികകളിലൊക്കെ വീണ്ടും നിയമനം നൽകുന്നത് വിരമിച്ച IAS IPS ഉദ്യോഗസ്ഥർക്കാണ്. അവർക്ക് പെൻഷനൊപ്പം തന്നെ വീണ്ടും ഉയർന്ന ശമ്പളം നൽകിയാണ് നിയമനം നടത്തുന്നത്. അവിടെയും വഞ്ചിക്കപ്പെടുന്നത് ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. അത്തരത്തിലുള്ള നിയമനങ്ങളിലേക്ക് എന്തുകൊണ്ട് ഈ അധികമുള്ള ഉദ്യോഗസ്ഥരെ മാറ്റുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനൊന്നും സർക്കാർ സംവിധാനങ്ങൾക്കോ ഇത്തരം റിപ്പോർട്ട് നൽകുന്നവർക്കോ കൃത്യമായ മറുപടികൾ നൽകാൻ കഴിയാറില്ല. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ഈ PSC ഉദ്യോഗാർത്ഥികളെ തന്നെയാണ്. കാരണം എക്സൈസിൽ ഈ മിനിസ്ട്രിയൽ വിഭാഗം രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് 244 തസ്തികകൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിയമനം നടക്കുന്നത് LD ക്ലർക്ക് തസ്തികയിൽ ഉദ്യോഗാർത്ഥികളുണ്ട്. അവർ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് നിയമനം നൽകാൻ കഴിയും. മാത്രമല്ല അത്തരം തസ്തികകളിലേക്കൊക്കെ ആ രീതിയിൽ നിയമനം നൽകുകയാണെങ്കിൽ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. പക്ഷേ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ അത്തരം നിയമനങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. കാരണം ഒരു ഉത്തരവ് പുറത്തിറക്കുമ്പോൾ അതിൽ തന്നെ സർക്കാർ വ്യക്തമാക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്, അതുകൊണ്ട് ഇത്തരം നിയമനങ്ങൾ പാടില്ല എന്ന്. മാത്രമല്ല അതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ജോലി
ജോലി മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെതല്ല, അവർ ക്ലറിക്കൽ ജോലികൾ ചെയ്യേണ്ടതല്ല എന്ന് ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നു. അവർ ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ പിടികൂടാനുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടത്. പക്ഷേ അവരെയാണ് നിലവിൽ ഇപ്പോൾ ക്ലറിക്കൽ ജോലികൾക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അതും ഉത്തരവിൻ്റെ ഭാഗമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായെന്ന് പറയുന്നത് ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഇടപെടലാണ്. ട്രൈബ്യൂണലിൽ സർക്കാർ തവണ ഇളവ് ചോദിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ ട്രൈബ്യൂണൽ ഈ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മിനിസ്റ്റീരിയൽ ജീവനക്കാരെ എക്സൈസിൽ അനുവദിക്കാൻ കഴിയില്ല, 244 തസ്തികകൾ കൂടി അനുവദിക്കാൻ കഴിയുന്ന സാമ്പത്തികാവസ്ഥയിലല്ല സർക്കാർ ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിലൊരു ഉത്തരവ് തന്നെ സർക്കാർ പുറത്തിറക്കുമ്പോൾ തീർച്ചയായും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന് കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നേരത്തെ അനിൽ നമ്പ്യാർ ചൂണ്ടിക്കാണിച്ചതുപോലെ CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ നിയമനവും സർക്കാർ നിഷേധിച്ചത്. നിലവിൽ പോലീസ് തന്നെ വ്യക്തമാക്കുന്നതനുസരിച്ചാണെങ്കിൽ 10,000-നടുത്ത് ഒഴിവുകളാണ് പോലീസ് സേനയിൽ നിലനിൽക്കുന്നത്. പല പോലീസ് സ്റ്റേഷനുകളിലും അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഒക്കെ കാരണം പോലീസ് ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുന്ന പ്രവണത പോലും വർദ്ധിച്ചു വരികയാണ്. ഇവിടെയാണ് ഈ രീതിയിൽ സമരം ചെയ്തിട്ട് പോലും ആ ഒഴിവുകൾ നികത്താത്തത്. അനിൽ നമ്പ്യാർ.